ഹലോ ഗായ്സ്, ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെത്തല്ലൂർ കിഡ്സ് പാർക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് കണ്ടില്ലേ, കുറേ അനിമൽസ് ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും ഈ സ്ഥലം. പിന്നെ ഭയങ്കര റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അനിമൽസിനെ കണ്ടിട്ട് നമുക്ക് ഈ തണലത്തും ഒക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഉച്ച സമയത്താട്ടോ വന്നത്. ഇത് കണ്ടില്ലേ, കുറേ ആടുകളുടെ ഒരു വെറൈറ്റിയാണ്. ഈ കൊമ്പുള്ളത് കണ്ടോ, നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. പക്ഷെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ പുറത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ഉറക്കമാണ്, കണ്ടില്ലേ. പിന്നെ വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇത് ഷീപ്പാണ്, കർണാടകയിൽ നിന്ന് കൊടുക്കുന്ന കശ്മീരത്തെ ഷീപ്പാണത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നും കൊടുക്കുന്ന അനിമൽസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് മാത്രമല്ല, കോഴികളുടെയും കുറേ ടൈപ്പ് കോഴി ഉണ്ടാകും. പക്ഷെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഹാംസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരാളെ കെട്ടിയിട്ട് കണ്ടില്ലേ, അതാണ് പൂച്ചക്കുട്ടി. നമ്മളെ കണ്ട ഒരു പൂച്ചക്കുട്ടിയാണെന്ന് തോന്നില്ല, നമുക്ക് ഒരു വല്ല പുലിക്കുട്ടിയാണെന്ന് തോന്നും. അങ്ങനെയാണ് അവൻ്റെ ബോഡി. പിന്നെ നമ്മൾ പോകുന്നത് ഇനി മിട്ടുത്തത്തേനെ കാണാനാണ്. നമ്മൾ മിട്ടുത്തത്തേൻ്റെ കൂട്ടിലൊക്കെ കയറി കേട്ടോ, കേജിലൊക്കെ കയറി. ഞങ്ങളാണ് അത് അമ്മ കയ്യിലൊക്കെ പിടിച്ചു. നല്ല ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ, നമ്മുടെ കൂടെ ചേച്ചിമാർ അവരുണ്ടാവും കേട്ടോ എപ്പോഴും. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവരൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇഗ്വാനയുടെ കൂടാണ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത് ഇവർ ചെമ്പരത്തിപ്പൂ തിന്നുമ്പോഴാണ്. അത് ഞാൻ വീഡിയോ എടുത്ത് നോക്കി. പിന്നെ നോക്കി കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് അതിൻ്റെ കൈ പിടുത്തം വരുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഞാനും പിന്നെ ഈശക്കുട്ടി ഇതാ കയ്യിൽ വെച്ചിരിക്കുന്നു. ഈശക്കുട്ടിക്ക് ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അവൾ ഇഷ്ടമായി അവൾക്ക് മിട്ടുത്തത്തേനെ. അടുത്തതാണ് നമ്മുടെ ഭീകരൻ, നമ്മുടെ പാമ്പ്. ഇതിനെയാണ് കയ്യിൽ പിടിക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്, വല്ലതും ചെയ്യുമോ എന്നൊക്കെ. പിന്നെ കൈ പിടിക്കാൻ ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മക്കളെ പോലെയാണ് അവരങ്ങനെയാണ്. ഇതൊക്കെ ഈ എല്ലാ അനിമൽസും ഈ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ആദ്യം. ഹരിക്കുട്ടനൊക്കെ സുഖമായിട്ട് കഴുത്ത് കൂടെ ഇട്ടു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്നാലും ഞാൻ അവനെ കുഴപ്പമില്ലാത്തൊക്കെ കയ്യിൽ പിടിച്ചു കേട്ടോ. അങ്ങനത്തെ മൂന്ന് ടൈപ്പാണ്. ഒന്ന് ഇത് ഏറ്റവും വലുത്, പിന്നെ അതിനേക്കാൾ ചെറുത്, പിന്നെ അതിലും ചെറുത്. അങ്ങനെ 3 ടൈപ്പാണ് പാമ്പുകൾ അവിടെ ഉള്ളത്. ടാങ്കിൽ ഇനി ആമേനെ കാണാം നമുക്ക്. ആമ ഇതേപോലെ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതൊന്നും മൂവ് ചെയ്യണമൊന്നും ഞങ്ങൾ കണ്ടില്ല. അതിനുശേഷം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് അണ്ണാനില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള അണ്ണാനാണ്. പക്ഷെ അവൻ ഭയങ്കര വികൃതിയായിരുന്നു. അവൻ ചാടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു, ഒരിടത്ത് ഇരിക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചേച്ചിയോട് എനിക്കൊന്ന് പിടിക്കണം പറഞ്ഞിട്ട് ഞാൻ നോക്കി, അതിൻ്റെ മേത്ത് കൂടെ കയറും, അപ്പം തന്നെ ചാടിപ്പോവും. എനിക്ക് പക്ഷേ അവനെ തൊടണം, പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അവനെ എൻ്റെ അടുത്തേക്ക് തന്നെ പിടിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് അവർ കയറുമ്പോൾ ഒരു ഫീലും തോന്നില്ല, നമുക്ക് അറിയുന്നില്ല അവർ മേത്തു കൂടെ ചാടി പോകേണ്ടതെന്നൊന്നും. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇവരെ വീട്ടിൽ കൊണ്ടുപോയാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഇവനെ. നല്ല ക്യൂട്ടായിരുന്നു അവനെന്തോ. എന്താണെന്നറിയില്ല, നമ്മുടെ മറ്റേത് അവൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാറുണ്ട് എന്ന് തന്നെ പറഞ്ഞു ചേച്ചി. പക്ഷെ എന്നവൻ എൻ്റെ മേത്തിൽ കൂടെ വന്നിട്ട് വീണ്ടും ചാടിപ്പോവും. ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ ചാടി പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, ക്യൂട്ടായിരുന്നു. പല തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട് കേട്ടോ. അത് ഫിസൻസ് ആണിത്. കളർഫുള്ളായിട്ടുള്ള ഒരു ഭംഗിയാണ് ഇവരെ കാണാനെന്നറിയോ. ദിഗ്വാനിനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ പോയിട്ട്. ഇത് ഫിഷ് തെറാപ്പി ചെയ്യാൻ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. ഈ പാർക്കിന് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അനിമൽസിനെ കാണാൻ, കുട്ടികൾക്ക് അതേപോലെ സീസോലോ അല്ലെങ്കിൽ ഊഞ്ഞാലിലോ ഒക്കെ കളിക്കുകയും ചെയ്യാം കേട്ടോ. കുട്ടികൾ കളിക്കാനൊക്കെ പോയി അതിന് ശേഷം പിന്നെ ഇതാ എമു ആണ്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് എമു ഉള്ളത്. ഞങ്ങൾ കൂട്ടിലൊക്കെ കയറിയിരുന്നു കേട്ടോ എമുവിൻ്റെ. ഇത് പിന്നെ ഏറ്റവും മുകളിൽ അവർ കുറേ കേജിൽ സാധാരണ നമ്മുടെ പാരറ്റ്സ് ഇല്ലേ അതിനെ വെച്ചെടുക്കുകയാണ്. ഓരോരുത്തർ പോസ് ചെയ്യാണ് കേട്ടോ. ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ ആകെ ബഹളമാണ് കേട്ടോ ഇവരുടെ. ഞങ്ങൾ ചെന്ന ദിവസം ഒരു റാബിറ്റ് പ്രസവിച്ചതാണ്. അതിന് 4 കുട്ടികളുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അവർ പാലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി, അതിനെ സിറിഞ്ചിലാക്കിയിട്ട്. പിന്നെയുള്ള ഒരു കേജിൽ നമുക്ക് കുറേ പാരറ്റ്സിന് ഇട്ടിരിക്കുകയാണ്. നമ്മൾ സീഡ്സ് കൊണ്ടുപോയാൽ അവർ നമ്മുടെ മേത്ത് കൂടിയും തലയിൽ കൂടിയും ഒക്കെ വന്നിരിക്കും.
ഈ കേജിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അവർ നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് വിടും. അപ്പോൾ നമുക്ക് സീറ്റ്സ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ തലയിൽ കൂടെ മേത്ത് കൂടെയൊക്കെ വന്നിരിക്കുക അവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാരറ്റ്സിൻ്റെ കേജ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പാരറ്റ്സാണ്. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്താണ് അവിടെ പോയിട്ട്. ഇഗ്വാന നമ്മൾ കണ്ടാൽ പേടിക്കും, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ആൾ.